പെരുന്നയിലെ കാര്യം തന്നെയാണ്. സുകുമാരൻ നായർക്കെതിരെ പരോക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മന്നത്തിന്റെ സ്ഥാനത്ത് ആരെങ്കിലും വരുന്നത് തടയരുത്. ഞാനാണ് ജനറൽ സെക്രട്ടറി, ഇന്നയാൾ വരണം, ഇന്നയാൾ വരേണ്ട എന്ന് തീരുമാനിക്കരുത്. My humble request to all the trustees of NSS all over the world. You never think that you are everything. You are everything because of the great contribution of our Karmayogi Mannat Padmanabhanji. So we are only a tool to continue his good legacy. So we should take the society with us. I am the president. I am the general secretary. So you should not come, you should not come, he should not come. That should not be our aim. Everybody should come, everybody should contribute, everybody should start. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ബാലു, ഇതൊരു പരോക്ഷ വിമർശനം എന്നൊന്നും പറയണത്, ഒരു പ്രത്യക്ഷ വിമർശനം തന്നെ പറയുന്ന തരത്തിലുള്ള പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു ഉണ്ടായതല്ലേ? തീർച്ചയായും അക്ഷയ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഡൽഹിയിലെ ഈ മന്നൻ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഞാനാണ് ജനറൽ സെക്രട്ടറി എന്ന് കരുതുന്നവർ അവിടെ ഈ മന്നത്തിന്റെ സ്ഥലത്തേക്ക് ആരെങ്കിലും വരുന്നതിനെ തടയുന്നതിനെയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ഇതിൽ സുകുമാരൻ നായരുടെ പേര് നേരിട്ട് പരാമർശിച്ചിട്ട് എന്നേ ഉള്ളൂ. പക്ഷേ ഉപരാഷ്ട്രപതിയുടെ വാക്കുകളിൽ എല്ലാം വ്യക്തമായിരുന്നു. ഉപരാഷ്ട്രപതി പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ NSSനുള്ള എല്ലാ ആസ്തികളും അത് മന്നത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ മന്നം നടത്തിയ പ്രയത്നം, മന്നത്തിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് NSSന്റെ ആസ്തികൾ. അത് എല്ലാവരും മനസ്സിലാക്കണം. ആ സ്ഥലത്തേക്ക് മന്നം എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് തന്നെ മന്നത്തിന്റെ കാണാൻ വേണ്ടി വരുന്ന, മന്നത്തിന്റെ സ്ഥലത്ത് വരുന്നവരെ തടയരുത്, ശരിയല്ല എന്നാണ് ഉപരാഷ്ട്രപതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ പെരുന്നയിൽ പുഷ്പാർച്ചനയ്ക്ക് വരുന്ന പലരെയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തടയുന്നു എന്ന വിമർശനങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഉപരാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഉപരാഷ്ട്രപതിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചവേ, അതായത് ഈ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ സുരേഷ് ഗോപിയും സമാനമായ തോതിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പെരുന്നയിൽ ശുദ്ധീകരിക്കപ്പെടണമെന്നും അവിടെ ഇപ്പോൾ ഉള്ളവർ ശുദ്ധീകരിക്കപ്പെട്ടില്ല എങ്കിൽ അത് ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന പരാമർശമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്.